ഒരു ട്രെയിൻ ഇപ്പൊ വരും. ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്. ശബരി എക്സ്പ്രസ്, ശബരി എക്സ്പ്രസ്. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി. ഇപ്പൊ പോയത് ശബരി എക്സ്പ്രസ് ആട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദിലേക്ക് പോണ. ഇതല്ലെങ്കിലും വന്ദേ ഭാരത് എല്ലാം ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ആട്ടോ. ഗയ്സ്, ദാ റെയിൽ ക്രോസിൽ പശു ക്രോസ് ചെയ്തു. ഇവിടെ കൂടെ പുല്ലെല്ലാം കൊണ്ട് കടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ഇവിടെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ വന്ദേ ഭാരത് വരാൻ. ഗെയ്സ്, കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് വരാൻ കേട്ടോ. അപ്പോൾ ഷൊർണൂറിന് വരികയാണ്. ആ കാണാം, ബൈ. വന്ദേ ഭാരത് അല്ലേ? ഇവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പാലപ്പുറ എത്തിയെന്ന് തോന്നണേ. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ പാലപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒരു വണ്ടി നിർത്താത്തൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അവിടെ പണിക്ക് വരുന്ന ആൻറ്റി കേട്ടോ. ആൻറ്റി, ട്രെയിൻ ഇപ്പം വരും. ഇവിടെ വെച്ച് നമ്മുടെ റോഡൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ഒരു റെയിൽ ക്രോസ് ഉണ്ടെങ്കിൽ അടിപൊളിയായനെ. ഈ വന്ദേ ഭാരതിൻ്റെ സർവീസ് സൺഡേ, പിന്നെ വെനസ്ഡേ, പിന്നെ ഫ്രൈഡേ, ഈ 3 ദിവസം മാത്രമേ ഉള്ളൂ വന്ദേ ഭാരത്. സാറ്റർഡേ ഒന്നുമില്ല. കണ്ണൂർ കോയമ്പത്തൂർ വരുന്നുണ്ടെന്ന് തോന്നണേ. ഗെയ്സ്, ഈ വഴി കൂടെ പോയാലോ ഭാരതപ്പുഴ, കുഞ്ഞു വഴി. ഇവിടെ പണ്ട് വീടുകളൊക്കെ ഉണ്ട്, പൊട്ടിപ്പളഞ്ഞൊക്കെ. ഗെയ്സ്, ഇവിടെ നല്ല കാറ്റാണ്. വന്ദേ ഭാരത് വരുമെന്ന് തോന്നുന്നുണ്ട്. ഗെയ്സ്, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് വന്നു. അത് കണ്ണൂര്. ഗെയ്സ്, കോയമ്പത്തൂർ കണ്ണൂര്. അല്ല, ഇത് ഇന്റർസിറ്റി, ഇന്റർസിറ്റിയാണ്. ഗെയ്സ്, ഇന്റർസിറ്റിയാ, ഇന്റർസിറ്റി, ഇന്റർസിറ്റി, ഇന്റർസിറ്റി എക്സ്പ്രസ് ആട്ടപ്പോ പോയ ബാംഗ്ലൂർ എറണാകുളം ഏതൊക്കെയോ വണ്ടി വരുന്നുണ്ട് എന്നാ തോന്നണേ. വന്ദേ ഭാരത് ആയിരിക്കില്ല. അതിപ്പോ ഷൊർണൂര് ബി ക്യാബിനിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇതൊന്ന് ലൈറ്റ് എത്തി. വന്ദേ ഭാരത് ഇപ്പൊ ഭാരതപ്പുഴയിൽ എത്തിയിട്ടേ ഉള്ളൂ. ബി ക്യാബിൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാ ഡിലേയാ. വന്ദേ ഭാരത് ഷൊർണൂർ എ ക്യാബിനിൽ എത്തിയിട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്തും KSR ബാംഗ്ലൂർ എന്തായിരുന്നു. അത് ശരിക്കും കണ്ടോൺമെൻ്റ് ആട്ടോ. ഈ KSR ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞു വരുള്ളൂ കേട്ടോ. വന്ദേ ഭാരത് ഇപ്പോൾ വരും. ഗെയ്സ്, വന്ദേ ഭാരത് മാന്നന്നൂർ എത്താറായിട്ടോ, ഇപ്പോൾ വരും. ഗെയ്സ്, ഞാൻ ചുമരിൻ്റെ പേരെത്താൻ നിൽക്കണേ. അത് ഇവിടുത്തെ ആ മാമൻ പറഞ്ഞു ചുമരിൽ നിന്നാൽ നല്ല ഇത്തിരി കൂടി ഭംഗിയിൽ കാണാൻ പറഞ്ഞു കേട്ടോ. ഇത് ഭാരതപ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് തോന്നുന്നു. എന്താ റെയിൽവേൻ്റെ ട്രാക്കിൽ കൂടെ പുഴ ഉണ്ട് കേട്ടോ. അത് നേരെ ഈ ഭാരതപ്പുഴയിലേക്കാണ് പോവുക. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞു ഭാരതപ്പുഴയാണ്. ഗെയ്സ്, ഇത് കാണുമ്പോൾ ഒരു ട്രാക്ക് ചേഞ്ചിങ് സിസ്റ്റം പോലെ ഉണ്ട്. വടതാരും പുഴയും അടിപൊളി. ഇത് കൂടെ റെയിൽ ട്രാക്ക് ആണെങ്കിൽ അടിപൊളിയായേനെ. ഗെയ്സ്, ഒറ്റപ്പാലത്തി ഇപ്പം വരും. ഇവിടേക്ക് 4 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, 5 കിലോമീറ്റർ. എന്താ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ ഇങ്ങനെ ഒഴുകിപ്പോണേ. ഇത് അണ്ടർപാസ് വാട്ടറാണ്. ഈ പുഴയിൽ കൂടെ നമ്മൾ ഒഴുതി പോയാൽ റെയിൽവേൻ്റെ താഴെ കൂടെ പോകും. എന്നിട്ട് ആ പാടത്തിലേക്ക് എത്തും. അവിടേക്ക് പോയാലാണ് ആ വഴി കൂടെയും പോവാം, പിന്നെ ഈ കുഞ്ഞു വഴി കൂടെയും പോവുക. എന്നാലാണ് നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് എത്തുക. ഞാൻ
ഈ വന്ദേ ഭാരതിൻ്റെ സ്റ്റോപ്പ് പറയാം. എറണാകുളം ജംഗ്ഷൻ, തൃശ്ശൂർ, പാലക്കാട് ജംഗ്ഷൻ, ഓതന്നൂർ ജംഗ്ഷൻ, തിരുപ്പൂർ, ഈരോഡ് ജംഗ്ഷൻ, സേലം ജംഗ്ഷൻ, കൃഷ്ണരാജപുരം, ബാംഗ്ലൂർ കണ്ടോൺമെൻറ്. ഇത്ര സ്റ്റോപ്പാട്ടോ വന്ദേ ഭാരതിനുള്ള. ഈ വണ്ടി കോയമ്പത്തൂർ ടച്ച് ചെയ്യാണ്ട് ഓതന്നൂർ വഴി ആട്ടോ പോണേ. ഗൈസ് വന്ദേ ഭാരതി വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ബാക്കിലേക്ക് നിൽക്കണം, എന്നാലേ നേരെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം വരും വന്ദേ ഭാരത്. പാലപ്പുറത്തുനിന്ന് ശബ്ദം കേൾക്കണേ തോന്നുന്നു. ഇപ്പം വരും. ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. വന്ദേ ഭാരതാണ്. ഗൈസ് വരുന്നുണ്ട്. ഇപ്പം വരും. ഗൈസ് പാലപ്പുറത്ത് നിന്നാട്ടോ ശബ്ദം എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. വരും. ഇവിടേക്ക് തന്നെ നോക്കേ. അവിടേക്ക് മാറണേ. എറണാകുളം ബാംഗ്ലൂർ കണ്ടോൺമെന്റ്. വരും. അങ്ങനെ വന്ദേ ഭാരതി പോയിട്ട് എറണാകുളം ബാംഗ്ലൂർ കണ്ടോൺമെന്റ്. ഈ സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ വന്ന ആൻറ്റീൻ്റെ പണിയൊക്കെ മുടക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ട്രെയിൻ സ്പോട്ടിങ് കാണുന്ന എനിക്ക് തോന്നണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.